ഒരു ദിവസം തള്ളി നീക്കാൻ പെടാപ്പാട് പെടുന്ന ഞങ്ങളുടെ പ്രണയകഥ ഇതൊക്കെയാണ്. പക്ഷേ ഞങ്ങൾ പറയാൻ പോകുന്നത് ഞങ്ങളുടെ കഥയല്ല, ഞങ്ങളുടെ കൂട്ടുകാരുടെ കഥയാണ്. രമേശിൻ്റെ പ്രേമകഥ. കുമാരേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വാ ഇരിക്കടാ. ചേട്ടാ മൂച്ചായ അങ്ങോട്ട് നീങ്ങിരിക്ക. ഭക്ഷണത്തിന് മതമില്ല, അടിപൊളി. എടാ അശ്വതിയില്ലേ, അവളെ ആൻ്റെ പേര് സെറ്റായി. ഏതശ്വതി? എടാ നമ്മൾ 10 പഠിക്കുമ്പോ ഒരുത്തിയുടെ കൂടെ കുറെ എണ്ണം പിന്നാലെ നടന്നില്ലേ? ചുരുണ്ട മുടിയുള്ള കുട്ടി. അത് തന്നെ. അവക്ക് കണ്ണൊന്നും കാണാൻ പാടില്ലേ? എത്ര നല്ല ചെക്കന്മാർ അവളുടെ പിന്നാലെ നടന്നിരുന്ന. എന്നിട്ട് ഈ ആൻ്റപ്പനെ അവൾക്ക് കിട്ടിയേ? ഈ ലുക്കിലൊന്നും ഒരു കാര്യമില്ലല്ലേ? ഇല്ലെന്നിപ്പോ തെളിഞ്ഞില്ലേ? നമ്മളുടെ കൂട്ടത്തിലെ ലുക്ക് രമേശനാ. എന്നിട്ട് ഇവൻ കൊറേ കാലായി ഒരുത്തിയുടെ പിന്നാലെ നടക്കണ്. അവളാണെങ്കിൽ ആലുവ മണപ്പുറത്ത് കണ്ട ഭാവം പോലും ഇല്ല. അല്ലേലും എല്ലാ നാട്ടിലും കാണും വളയാത്തൊരു പെണ്ണും അതിന് പിന്നാലെ നടക്കാൻ കുറെ പിള്ളേരും. ഇന്നത്തെ സ്പോൺസർ ആരാ? ഇന്നലെ നീ അല്ലേ കൊടുത്തേ? അപ്പൊ ഇന്ന് നീ കൊടുക്ക്. ചേട്ടാ എത്രയായി? എന്താടത്? 2 സമൂസയും കൂടെ പറയായിരുന്നില്ല. പോടാ. എടാ നിങ്ങൾ കിട്ടോ? എന്താടാ? ഉമ്മാനെ കാണിക്കാൻ പോവാനുണ്ട്. ശരി. പോരാ. നീ എന്താ ചെയ്തേ? അതവിടെ കാല് വഴുക്കി വീണ ഡെസ്കൊക്കെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇനി എന്താ പരിപാടി? ഇനി എന്ത് പരിപാടി? പടം സൂപ്പറല്ലേ? പിന്നെ അല്ല, മമ്മൂക്കാന്റെ ഒരു 1 man ഷോ. ഈ മമ്മൂക്കാനെ ലാലേട്ടനൊക്കെ സമ്മതിക്കണം. അവരെടുക്കുന്ന എഫേർട്ട് ഇപ്പൊ ഒരു യൂത്തുമാരെടുത്തിട്ടുണ്ടാവില്ല. ഇന്റർവെൽ ആയപ്പോ നിന്നെ ഒരുത്തി നോക്കിയിട്ട് തല കട്ടിയില്ലേ? അതാരാ? അതോ? അതിന്റെ കൂടെ പഠിച്ചാടാ. എന്തേ? കൊള്ളാല്ലേ? കൊഴപ്പില്ല. നീ നോക്കിക്കോ. ആര് നോക്കിയാലും വളരെ ടൈപ്പാ. ലുക്കില്ലാതെ നീ നോക്കാതിരിക്കണ്ട. നീ നോക്കിക്കോടാ. പിന്നെ നാളെ കോളേജിനോടെ പോകണ്ടാ. നാളെ വരുമ്പോ നിന്റെ നല്ല ഷർട്ട് എടുത്തട്ടാ. നീ ആരും കൊണ്ടുപോയത് അപ്പൊ ശരി, ഓക്കെ. നമുക്കിന്ന് പൊറോട്ടയും ബീഫ് മേടിക്കാൻ പോയാലോ? പോവാ. ആരാ സ്പോൺസർ? നീ മേടിക്കണ്ട, സ്പോൺസറൊക്കെ നീ തന്നെ. വെറുതെ നിന്ന് സമയം കളയാനായി ഒരു കാര്യമില്ലാതെ. എവിടെ നിന്റെ ആളെവിടെ? ഒന്ന് വെയിറ്റ് ചെയ്യടാ, അപ്പൊ വരും. കോളേജ് വിട്ട് രമേശ് ചേട്ടാ. നീ ഇവിടെയാണ് പഠിക്കണേ? ഞാൻ ഇവിടെ പഠിക്കണേ. രമേശ് ചേട്ടാ എന്താ ഇവിടെ? ഇവിടെ ഒരാളെ കാണാണ്ടാ. ഇവിടെ രമേശ് ചേട്ടാ മനസ്സിലായിട്ടാ?
എടാ ഒന്ന് നീയിരുന്നേ. അവനറിയില്ലേ? ആരടാ? നമ്മുടെ കുട്ടൻ തന്നെയാടാ. ആ കത്താവിന്റെ കയ്യിൽ കൊടുത്തു വിട്ടാലോ? ഇവിടെ എന്താ ഈ കിട്ടോ? എന്താ രമേശേട്ടാ? എടാ, ഈ രമേശേട്ടന് ഇവിടെ ഒരു കുട്ടീനെ ഇഷ്ടമാണ്. രമേശേട്ടോ, ഇവിടെ കിടന്ന് തിരിഞ്ഞ് കളിക്കണ കണ്ടപ്പോ തന്നെ മനസ്സിലായിക്കണട്ടാ. ഞങ്ങളൊരു കത്ത് തരാം, നീ അത് രമേശേട്ടൻ തന്നാന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണം. കത്തെവിടെ? എടുക്കെടുക്ക്, കത്തെടുക്ക്. എന്നാ രമേശേട്ടാ, ഇതൊക്കെ സില്ലി മാറ്റർ. സാധനം ഞാൻ സെറ്റ് ആയി തരാ, പക്ഷെ ചെലവ് തരാടാ. അത് കിട്ടണം. ഓക്കെ ആണല്ലോ? ഓക്കെ. കിട്ടിയാ മതി. അയ്യോ, അതെന്റെ ക്ലാസ് ടീച്ചറാ. ആ, അപ്പൊ കാര്യങ്ങൾ താൻ എളുപ്പമായല്ലോ. പോടോ, താൻ തന്നെ കൊടുത്താ മതി. കൊടുത്തിട്ട് പോടാ. അതൊന്നും ശരിയല്ല, താനൊന്ന് പോടോ. ഞാൻ തന്നെ കൊടുത്തോളാം. എന്താ രമേശ ചോദിക്കുന്നില്ലേ? പോയി ഇങ്ങോട്ട് പോരാ. ഞങ്ങൾ തന്നെ ഉള്ളു, ഇങ്ങോട്ട് പോരാ. മതിയായല്ലോ. പോട്ടടാ, വിട്ടേക്ക്. എന്തടാ? അവള് വേറൊരുത്തിന്റെ ബൈക്കിൽ കയറി പോയിട്ടും നിനക്കൊന്നും തോന്നുന്നില്ലേ? എന്തുവന്നാൻ? നീയൊക്കെ ഏത് കാലത്താണ് ജീവിക്കണേ? ഒരു പെണ്ണൊരു ആണിന്റെ ബൈക്കിൽ കയറി പോയാ പ്രേമം, കാമുകൻ മറ്റവനല്ലേ? ഇതൊക്കെ നിന്റെ ഇടിഞ്ഞ ചിന്താഗതിയുടെ കോപ്പാ. ഒരു സദാചാരക്കാര് വന്നിരിക്കുന്നു. സോറിടാ, നീ ക്ഷമിക്ക്. വിട്ടേക്കടാ. ഇനി കാമുകനാവോ? ഏയ്, കുറച്ചും കൂടി പ്രാക്ടിക്കലാണ്. വായ നോക്കി അവിടെ നിൽക്കുന്നുണ്ട്. ആൾറെഡി ഇന്ന് എക്സാമിന് എഴുതിയിട്ട് ഇത് ആൻസർ പേപ്പർ ദൈവമേ ചിരിച്ചൊരു ഭാഗമായിട്ടുണ്ട്. എന്തൊക്കെയാണ് രമേശ, ഇതാണ് നിന്റെ പ്രാക്ടിക്കല്? പോണ്ടേ? പോവാ, കേറ്. എങ്ങോട്ടാ? എങ്ങോട്ടാന്നാ? ടീച്ചറാണോ പോണ്ടേ? ഞാനൊന്നുമില്ല, നിങ്ങളങ്ങ് പോയാൽ മതി. അതെന്താടാ നീ കളിക്കാതെ വന്നേ? എന്നും പോകുന്നുണ്ടല്ലോ, ഒരു കാര്യമില്ലാട്ടെ. അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാ? എന്റെ പൊന്നു രമേശ, ഇന്നുകൂടെ നീ ചോദിച്ചില്ലെങ്കിൽ നാളെ മുതൽ എന്നെ നോക്കണ്ട. എന്തെങ്കിലും ഒന്ന് പറയേ. നീ വണ്ടി എടുക്കടാ. പിന്നെ ലീവ് ആയതുകൊണ്ട് ഇപ്പൊ കുട്ടി എന്താ പറയാ, എന്താ ടീച്ചർ ലീവ് ആയതെന്ന് അറിയില്ലല്ലോ. നാളെ ഞാൻ ലീവാന്ന് പറഞ്ഞല്ലോ. അതായാലും മതി. കാരണം എന്താ പറയാ? കാരണം നാളെ എന്താ ഇട്ടാതെ കുറച്ചുകൂടെ ചുരിദാറോ സാരി ഇട്ടോ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. ചെല്ലേ പോയി ചോദിക്ക്. ഹലോ, എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അതെങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. അത് പറയാൻ വേണ്ടിയിട്ടാ കുറെ ആയിട്ട് തൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ. അത് നീയും കാണുന്നല്ലേ? ദിവസം എന്റെ മുന്നിലും പിന്നിലായിട്ട് ഒരുപാട് പേരെന്നെ മറികടന്ന് പോകുന്നുണ്ട്. അവരൊക്കെ നോക്കലാണോ എന്റെ പണി? എടോ, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് പറയാൻ വേണ്ടിയിട്ടാ തൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണേ. എന്താ പേര് പറഞ്ഞേ? രമേശൻ. രമേശൻ നാണാവുന്നില്ലേ ഇതും പറഞ്ഞ എന്റെ പിന്നാലെ നടക്കാൻ? ഇങ്ങനെ നടക്കാനല്ലാതെ പറയാൻ എന്തെങ്കിലും പണിയുണ്ടോ രമേശന്? ഒരു പെണ്ണിന് ഇതാണ് എന്റെ ഭർത്താവ്, ഇതാണ് എന്റെ കാമുകൻ എന്ന് മറ്റുള്ളവരുടെ അഭിമാനത്തോടെ പറയാൻ കഴിയണം. തന്റെ കാര്യത്തിൽ എനിക്കതില്ല. ഇനി ഇതും പറഞ്ഞ എന്റെ പിന്നാലെ നടക്കരുത്. പിന്നെ എന്നെ ഷാറുഖ് ഖാൻ വന്ന് കെട്ടുന്നൊന്നും എനിക്കില്ല. അതൊക്കെ എന്റെ വിദ്യയാണ്.
രമേശൻ നാണാവുന്നില്ലേ ഇതും പറഞ്ഞ എന്റെ പിന്നാലെ നടക്കാൻ? ഇങ്ങനെ നടക്കാനല്ലാതെ പറയാൻ എന്തെങ്കിലും പണിയുണ്ടോ രമേശിന്? നീ അത് വിട്, അവളോട് പോകാൻ പറ. ഷാരൂഖ് ഖാൻ അല്ല, സൽമാൻ ഖാൻ വരും ആളെ കെട്ടാൻ. ഇന്ന് നിനക്കില്ലെന്ന് പറഞ്ഞ് അവൾ പുച്ഛിച്ചത് നാളെ നീ നേടിയെടുക്കണം. നിന്റെ ക്വാളിറ്റി എന്തെന്ന് നിനക്ക് മാത്രമേ അറിയുള്ളൂ. നിന്റെ ലൈഫ് മാറണമെങ്കിൽ രമേശ നീ തന്നെ മാറണം. ആര് കൊറേ ആയല്ലോ തന്നെ കണ്ടിട്ട്. എവിടെ എന്തായി തന്റെ ജോലിയൊക്കെ? ജോലിയൊന്നും ആയിട്ടില്ലേക്കാ, ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴിയാ. എവിടെയായിരുന്നു? കോലൂപാലോ. അപ്പൊ ഇക്കാനൊന്ന് കണ്ട് പോവാന്നിരുന്നു. ശരി. എന്താണ് കച്ചവടമൊക്കെ ഇല്ലേ? കച്ചവടമൊക്കെ ഇതേ ഇങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെ ഉണ്ട്. സീസൺ അല്ലല്ലോ, അതിന്റെ ചെറിയ ബുദ്ധിമുട്ട്. ശരിക്കാ. ഓക്കെ. എടോ, തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇങ്ങനെ നടക്കാനല്ലാതെ പറയാൻ എന്തെങ്കിലും പണിയുണ്ടോ രമേശിന്? എടോ, മറുപടി ഒന്നും മാറ്റണ്ടോ? ഇല്ല. ഒരു മാറ്റമില്ല? ഇല്ല. ഇനി മാറ്റം ഉണ്ടാവോ? ഇല്ല. താനൊന്ന് എന്റെ കൂടെ ബസ് സ്റ്റോപ്പ് വരെ വന്നേ. താങ്ക്സ്. പിന്നെ എനിക്ക് തന്നെ ഇഷ്ടാന്നൊന്നും തെറ്റിദ്ധരിക്കല്ലേ. വഴിയിൽ അവരെ കണ്ടപ്പോ എനിക്ക് ചെറിയ പേടി തോന്നി, അതാ തന്നെ വിളിച്ച്. അതിനർത്ഥം എന്നെ വിശ്വാസമാണെന്ന് കൂടിയുണ്ട്.
ചൂട് പൊറോട്ടയാണ്. ആ അയക്കാ, നമ്മളായിട്ടുണ്ട് പോരട്ടെ. ഹലോ, ഓ ഓക്കെ. എപ്പോൾ സാർ? ഓ ഓക്കെ 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 സാർ. ഓക്കെ ഓക്കെ സാർ. ആരാടാ? എടാ ഞാനൊരു മാർക്കറ്റിംഗ് ഇന്റർവ്യൂവിന് വരുന്നില്ലേ, അതിന് ഞാൻ സെലക്ട് ആയിട്ടുണ്ട്. തന്നെ നാളെ ഓഫീസിലേക്ക് എല്ലാം പറഞ്ഞു. ആടാ നമുക്ക് പോയി നോക്കടാ. സെറ്റ്. പിന്നല്ല, നീ നന്നായിട്ട് വേണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. എങ്ങനെ? ഹലോ, മേ ഐ കം ഇൻ സാർ? യെസ്, കമ്മിങ്. ഇരിക്കൂ. താങ്ക് യു സാർ. രമേശൻ ഇന്റർവ്യൂ ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു അല്ലേ? സെലക്ട് ആയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സാർ. ഓക്കെ. രമേശന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണല്ലേ? അതെ സാർ. തന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള വേക്കൻസി ഒന്നും ഇപ്പൊ നിലവിൽ ഇവിടെ ഇല്ല. ഓക്കെ സാർ. ഇപ്പൊ ഉള്ളത് നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള. ഓക്കെ ഓക്കെ സാർ. രമേശിന് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ. ഒരു മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ട്രെയിനിങ് ഇവിടെ അല്ല, ഫീൽഡിലും. പിന്നെ ഒരു ബിസിനസ്സുകാരൻ പഠിക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയെ പറ്റിയാണ്. രമേശിന് ഓക്കെ ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെയാണ് സാർ. അപ്പോ നാളെ തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ആപ്പിൾ പീസ് എന്ന് പറയുന്ന മാഗസിൻ്റെ ഓഫീസിൽ നിന്ന് വരിക. അപ്പോൾ ഞങ്ങളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫാമിലീസ് കുട്ടികൾക്കും ഒരു മാഗസിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെൽക്കം കോപ്പി തരാൻ വേണ്ടി വന്നതാണ്. സാറിന് ബിസിനസ് ആയിരിക്കും അല്ലേ? അതെ അതെ. ഇപ്പതെന്തായാലും വേണ്ട, നമ്പർ തന്നേക്കോ, ആവശ്യം ഒന്നും ബന്ധപ്പെടാം. സാർ ഇതിപ്പോൾ കിട്ടുന്നൊരു ഓഫറാണ് സാർ. എന്തായാലും വേണ്ട, ഇപ്പൊ വേണ്ട. ഇന്ന് ഓക്കെ സാർ. ശരി. സോഡ. രമേശൻ നാണാവുന്നില്ലേ ഇതും പറഞ്ഞ എന്റെ പിന്നാലെ നടക്കാൻ? ഇങ്ങനെ നടക്കാനല്ലാതെ പറയാൻ എന്തെങ്കിലും പണിയുണ്ടോ രമേശിന്? ആരാ? നമസ്കാരം ചേച്ചി. ഞാൻ ആപ്പിൾ പീസ് മാഗസിൻ്റെ കമ്പനിയിൽ നിന്ന് വരികയാണ്. എന്തേ? ഞങ്ങളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫാമിലീസിലെ കുട്ടികൾക്കും ഒരു മാഗസിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തരാനായിട്ട് വന്നതാണ്. അവർക്ക് കിട്ടുന്ന മാഗസിൻ്റെ വെൽക്കം കോപ്പിയാണത്. അതിനിവിടെ പഠിക്കുന്ന കുട്ടികളൊന്നും ഇല്ലല്ലോ. ആരാ അമ്മേ? ഇതെന്താ സംഭവം? ഇത് കുട്ടികൾക്കുള്ള മാഗസിനാ. നോക്ക്, ഇവിടെ ഞാനും ഇവളും മാത്രമേ ഉള്ളൂ. ഇവളാണെങ്കിൽ ടീച്ചറാ. ടീച്ചറാണോ? അപ്പൊ ടീച്ചർ സ്കൂളിലെ ഓർഡറൊക്കെ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ടീച്ചറെ, ഇത് കുട്ടികൾക്ക് കിട്ടുന്ന മാഗസിന്റെ വെൽക്കം കോപ്പിയാണ്. ചേച്ചി കുറച്ച് വെള്ളം തരുമോ? തരാ. കൊള്ളാലോ പുതിയ പരിപാടി.
കുറച്ച് ദിവസം വഴിയിൽ കാണാത്തോണ്ട് മിസ് ചെയ്തല്ലേ? ഇല്ല, ശല്യം ഒഴിവായെന്ന് തോന്നി. ഇതാ മോനെ വെള്ളം. താങ്ക് യു ചേച്ചി. ചേച്ചി ഞങ്ങളോട് വന്ന് ഓഫർ തന്നെന്ന് അറിയാം. ഓഫീസിൽ ചിലപ്പോൾ വിളിക്കും. ഉം. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഒന്ന് തരുമോ? മോളെ നമ്പർ കൊടുത്തോ? വീട്ടിൽ ആരുടെ ആയാലും മതി. ആ. നമ്പർ ഒന്ന് പറയൂ. 8943031229. എന്താ പേര്? നീതു. അപ്പോൾ ശരി ചേച്ചി. പിന്നെ ആ. മറുപടി ഞാൻ ആലോചിച്ചിട്ട് പറയാം. അല്ല, മാഗസിന്റെ കാര്യം ആലോചിച്ചിട്ട് പറയാന്ന്. നമ്പർ തന്നത് അവളുടെ മര്യാദ എന്ന് കരുതി നീ അതിലേക്ക് മെസ്സേജ് അയച്ച് ഉള്ള വില കളയരുത് രമേശ. അയച്ച്. അച്ഛാ, റീപ്ലൈ കിട്ടുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടല്ലോ. എനിക്കില്ലട്ടാ. കാണടാ, കാണ്. നീ എന്താ പറഞ്ഞ? റിപ്ലൈ തരില്ലാന്നാ? കാണടാ, എന്താ പരിപാടി? എന്തുവാണ്? രമേശ കെട്ടുമ്പക്കില്ല. ഇല്ലടാ, നിങ്ങൾ പോക്കോ. നിന്ന് ഇറങ്ങണം. നീ ഇങ്ങ് വന്നേ. ഇല്ലടാ, ഭയങ്കര തലവേദന. നീ വണ്ടി എടുത്തേ. എടോ, താനെന്ന് പറഞ്ഞില്ലേ തന്നെ കെട്ടാൻ ഷാറുഖ് ഖാനൊന്നും വരില്ല, അതൊക്കെ തൻ്റെ വിധിയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ അവസരം എനിക്ക് തന്നൂടെ?